കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം എല്ലാവരും ഒരു നൊയമ്പിന്റെ യാത്രയിലാണ്. 40 ദിവസത്തെ യാത്ര. ഈ 40 ദിവസം കഴിയുമ്പോൾ ഒരു ഉയർപ്പിന്റെ പ്രതീക്ഷ, നിത്യജീവന്റെ ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാൻ തക്കോണം ഇടയായിത്തീരും. എന്നാൽ ഈ 40 ദിവസം ഒരു സെൽഫ് എക്സാമിനേഷൻ, ഒരു ആത്മപരിശോധനയുടെ സമയമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ കുറവുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ തക്കോണം നമ്മുടെ ഹൃദയങ്ങളെ അതിനു വേണ്ടി ഒരുക്കുന്ന ഒരു സമയമാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 9-ാം വാക്യം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുവാനും ഒരാത്മപരിശോധന നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കുവാനും ഒക്കെയുമുള്ളൊരു സമയമാക്കി ഈ അവസരത്തെ നമുക്ക് ഉപയോഗിക്കാം. ഈ ആത്മപരിശോധനയുടെ അനുഭവം നമ്മെ ഒരു പണിതെടുക്കലിന്റെ നന്മയിലേക്കാണ് എത്തിക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം പോലും താൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കത്തിന്റെ ഒരു പണിതെടുക്കലിന്റെ അനുഭവത്തിനായി 40 ദിവസത്തിന്റെ നോമ്പ് കാലങ്ങളിലൂടെ യാത്ര ചെയ്തത് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സാത്താന്റെ പരീക്ഷണങ്ങളും അതിനുശേഷമുള്ള ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും മുതലായ വലിയ ദൗത്യങ്ങൾ ക്രിസ്തു പൂർത്തീകരിച്ചത് ഈ 40 ദിവസത്തെ നോമ്പിന്റെ ഒരുക്കത്തിൽ കൂടെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പണിതെടുക്കലിന്റെ ആവശ്യകത ഏറെയാണ്. നാം ആയിരിക്കുന്ന നമ്മുടെ പഴയ കാലത്തിൽ നിന്ന് അതിനൊരു രൂപാന്തരം കൊടുക്കുവാൻ തക്കവണ്ണം ഒരു പണിതെടുക്കലിലൂടെ നമ്മുടെ ജീവിതത്തെ പുനർക്രമീകരിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഈ മെനഞ്ഞെടുക്കുന്ന അനുഭവം നമ്മെ ക്രിസ്തുവിൽ പുതുക്കത്തിലേക്ക് നയിക്കുന്നു. ഈ പുതുക്കം പലതിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്ന അനുഭവമാണ്. നമ്മെ ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനും ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന രക്ഷയിൽ നിലനിൽക്കുവാനും ഈ പുതുക്കം സഹായിക്കുന്നു. കാനാവിലെ കല്യാണത്തിൽ ക്രിസ്തു പുതുവീഞ്ഞ് നൽകുന്നത് പഴയതിലും മാധുര്യമേറിയതാകുന്നു. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൽ പുതുക്കം പ്രാപിക്കുന്ന അനുഭവം പഴയതിൽ നിന്നും ഏറ്റവും മനോഹരമാകുന്ന അനുഭവത്തിലേക്ക് നയിക്കുന്നു. പഴയതിനെ എറിഞ്ഞു കളയുവാനും പുതിയതിനെ സ്വീകരിക്കുവാനും ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. ഈ പുതുക്കത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ്. ക്രൈസ്തവ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകണം. നാം എടുത്ത തീരുമാനങ്ങളിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. വ്യഭിചാരിണിയായി കുറ്റം വിധിക്കപ്പെട്ട് തന്റെ മുമ്പിൽ വന്ന സ്ത്രീയോട് യേശു തമ്പുരാന്റെ മനോഹരമായ ഒരു നിർദ്ദേശമുണ്ട്: പോക, ഇനി പാപം ചെയ്യരുത്. നമ്മോടുമുള്ള ഓർമ്മപ്പെടുത്തൽ അത് തന്നെയാണ്. നാം നേടിയെടുത്തിരിക്കുന്ന ഈ പുതുക്കത്തിന്റെ അവസ്ഥയിൽ ഈ 40 ദിനത്തിലെ നോമ്പിൽ നാം അനുഭവിച്ച ദൈവകൃപയുടെ നല്ല അനുഭവത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ നിൽക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. നാം വായിച്ചു കേട്ട വേദഭാഗം വാക്യം നമ്മോട് പറയുന്നത് പോലെ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു പുതുക്കം പ്രാപിക്കലാണ്, ഒരു സ്ഥിരപ്പെടുത്തലാണ്. ഇതിൽ നിലനിൽക്കുവാൻ, ഈ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനും മരണത്തിനുമേൽ അധികാരമുള്ളവനായ ഞങ്ങളുടെ ദൈവമേ, നല്ല പിതാവേ, അവിടുന്ന് ഞങ്ങളെ വിളിച്ച് അവിടുത്തെ മക്കളാക്കി ഈ ഭൂമിയിൽ ജീവിക്കുവാനും അങ്ങേ ആരാധിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതങ്ങളിലെ ശരി തെറ്റുകളെ മനസ്സിലാക്കുവാൻ, നേടേണ്ടതിനെ നേടിയെടുക്കുവാൻ, പുതുക്കം പ്രാപിക്കേണ്ടതിനെ പുതുക്കം പ്രാപിക്കുവാൻ, സ്ഥിരമായി ഞങ്ങളുടെ തീരുമാനങ്ങളിൽ നിലനിൽക്കുവാൻ ഈ നോമ്പുകാലത്തിൽ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ നോക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ ശുദ്ധമായ ഹൃദയത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ.
യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. അനുദിനം രക്ഷകൻ പക്ഷത്തോനെ ശുദ്ധിയായി നടന്നിടുന്നത് ക്രൂശേറിയ കർത്തരുവിയാകുന്നോ വിശ്രമം നാഴിക തോറുമേ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹേമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി. കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കർത്തൻ വാരാവിൽ നീ അങ്കി ശുദ്ധമോ ഏറ്റവും വെണ്മയായി കാണുമോ. സ്വർഗ്ഗത്തിൽ വാസം ചെയ്തിടാൻ യോഗ്യ പാത്രമായി തീരുമോ വന്നാളിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും